നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് 1 പത്രോസ് 5-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പി. പത്രോസ് സഭാവിശ്വാസികൾക്കായിട്ട് എഴുതിയിരിക്കുന്ന ഈ കത്തിൽ സഭയിലെ പല വിഭാഗ ജനങ്ങൾക്കായിട്ടുള്ള ഉപദേശങ്ങളാണ് ഈ ലേഖനത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 5-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ ഒന്നാമതായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മളുടെ ജീവിതങ്ങളിൽ, നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ മറ്റുള്ളവരോടുള്ള നമ്മളുടെ പെരുമാറ്റങ്ങൾ എവ്വണ്ണമായിരിക്കണം എന്നുള്ളതാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഈ വാക്യവുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വേദഭാഗമാണ് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം. അതിലെ 34-ാം വാക്യം ഇവണ്ണമാണ്: പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മളുടെ പ്രവൃത്തി മേഖലകളിലെല്ലാം പല വിജയങ്ങളും പല ഉയർച്ചകളും നമ്മൾക്ക് വന്നു ചേരും. അത്തരത്തിൽ നമ്മളുടെ ഉയർച്ചകളിലും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിലുമെല്ലാം മറ്റുള്ളവരെ പരിഹസിക്കുന്നവരോ അല്ലെങ്കിൽ അതിൽ നിഗളിക്കുന്നവരോ ആയി തീരുവാനായിട്ടല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഉയർച്ചകളിൽ, നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിലെല്ലാം തന്നെ അത് ദൈവം നൽകിയത് ആണെന്നുള്ള തിരിച്ചറിവിൽ താഴ്മയുള്ളവരായിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ജീവിതത്തിൽ താഴ്മയുള്ളവർക്ക് മാത്രമേ മുന്നോട്ടും ദൈവകൃപ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് 6-ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധം എവ്വണ്ണമായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. നമ്മളുടെ ജീവിതങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ്: നമ്മളുടെ പൂർണ്ണ വിശ്വാസം അവനിൽ അർപ്പിക്കുക, നമ്മൾ ജീവിതങ്ങളെ അവന്റെ ബലമുള്ള കൈകളിൽ അർപ്പിച്ചുകൊള്ളുക. ഇറ്റ് ഈസ് എ കോൾ ടു സബ്മിറ്റ് അവർ സെൽഫ് ടു ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. നമ്മളുടെ ജീവിതങ്ങളെ, നമ്മളുടെ ആകുലങ്ങളെ എല്ലാം തന്നെ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ഏൽപ്പിക്കുക, അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ നമ്മളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മളുടെ ജീവിതങ്ങളെ താഴ്മയുള്ളവരായും അതുപോലെ തന്നെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അവന് സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അത്തരത്തിൽ ഈ ഉള്ള ക്രിസ്മസ് കാലയളവും അതുപോലെ തന്നെ പുതുവർഷവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിട്ട് ക്രമീകരിച്ചുകൊണ്ട് അവന്റെ ബലമുള്ള കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു.